ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു പുതിയൊരു സംരംഭത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ മുടക്കുന്നതിന് ഇരട്ടിക്കിരട്ടി നിങ്ങൾക്ക് ലാഭവും ലഭിക്കുന്ന ഒരു ബിസിനസ് മേഖലയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അത് ഏത് മേഖലയാണ്, ഏത് ബിസിനസ്സാണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമില്ലേ? അപ്പം നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നൊരു സംരംഭ മേഖലയാണ് കുട്ടികൾക്കുള്ള സ്റ്റോറുകൾ. കുട്ടികളുടെ ഡ്രസ്സുകൾ, കളിപ്പാട്ടങ്ങൾ, അവർക്ക് വേണ്ട സാധനങ്ങൾ മുതലായവയ്ക്കൊക്കെ ഇന്ന് പ്രത്യേകം സ്റ്റോറുകൾ ഇന്ത്യയിൽ സജീവമായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നും നമ്മുടെ രാജ്യത്തെ പല മേഖലകളിലും ഇത്തരം ബിസിനസ് സ്ഥാപനങ്ങൾ പൂർണ്ണ തോതിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. എല്ലായിടത്തും അതിൻ്റെ ഒരു സാന്നിധ്യമായിട്ടില്ല. ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഈ സമയത്തൊക്കെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ഒരു സ്റ്റോറ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നമുക്ക് ലഭിക്കുകയും അതോടൊപ്പം തന്നെ അധികമായിട്ടൊരു റിസ്ക് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതുമായ ഒരു ബിസിനസ് മേഖലയാണ് കിഡ്സ് സോണ്, കിഡ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറ് അങ്ങനെയുള്ളവയൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. നമുക്ക് മറ്റുള്ള ബിസിനസ് അപേക്ഷിച്ച് അത്രത്തോളം നമുക്ക് റിസ്ക് വരുന്നില്ല. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കിഡ്സ് സ്റ്റോർ എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും നമ്മൾ നടത്താൻ പോകുന്ന സ്റ്റോറ്. അതായത് ന്യൂ ബോൺ ബേബി തൊട്ട് ഒരു 16-17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉള്ള ഷോപ്പായിരിക്കണം നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടത്. അവിടെ വേണ്ടത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണോ A to Z എല്ലാ സാധനങ്ങളും അവർക്ക് അവിടെ ഉണ്ടാകണം ആ ഒരു സ്റ്റോറിൽ. ഇന്ന് നിങ്ങളുടെ ഒരിക്കൽ വന്ന് ഒരു ചെറിയൊരു സാധനം വാങ്ങിച്ചു, മറ്റൊന്ന് വാങ്ങിക്കാൻ വേറൊരു സ്റ്റോറിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ന്യൂ ബോൺ ബേബിക്ക് എന്തൊക്കെ വേണം, അവർക്കുള്ള ന്യൂട്രിയൻസ് ഫുഡ്, അവരുടെ ഡ്രസ്സുകൾ, അല്ലെങ്കിൽ അവരുടെ കോസ്മെറ്റിക് ഐറ്റംസ്, അല്ലെങ്കിൽ കളിപ്പാട്ടം, അങ്ങനെ അവരുടെ ഡയപ്പർ, അങ്ങനെ തുടങ്ങി അവർക്ക് ആവശ്യമുള്ള ഓരോ ഏജിലും ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ആ സ്റ്റോറിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു കച്ചവടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, നല്ല ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നതിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. കാരണം ഇന്ന് എല്ലായിടത്തും ഇല്ല, കോമ്പറ്റീറ്റർമാരൊന്നും അധികമൊന്നും ഇല്ല, പല മേഖലയിലും ഇല്ല, പല സ്ഥലങ്ങളിലും കാണാനില്ല. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ഷോപ്പ് ഉണ്ടാകും ഒരു ടൗണിൽ, അല്ലെങ്കിൽ 2 ഷോപ്പ്, അതിൽ കൂടുതലൊന്നും ഇല്ല ഒരിടത്തും. അപ്പോൾ നല്ല ഷോപ്പുകൾ, എല്ലാ സാധനങ്ങളും കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളായിരിക്കണം എപ്പോഴും ഇങ്ങനെയുള്ള സ്റ്റോറുകളിൽ വെക്കേണ്ടിയിരിക്കുന്നത്. ഇവയുടെയൊക്കെ പ്രൈസ് സാധാരണഗതിയിൽ ശകലം കൂടുതലായിരിക്കും. നല്ല പ്രോഡക്റ്റുകൾക്ക് പ്രൈസ് മിക്കവാറും കൂടുതലായിരിക്കും. അത് പ്രൈസ് നോക്കിയല്ല ആളുകൾ കയറുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയാണ്. അതായത് ഈ കുഞ്ഞു കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകൾ എപ്പോഴും നല്ല ഹെൽത്തി കണ്ടീഷനിലുള്ളതായിരിക്കണം. നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനായിട്ട് പാടില്ല. അങ്ങനെയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ പ്ലേസിലായിരിക്കണം നമ്മൾ ഈ പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യേണ്ടതും അവ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതുമല്ല. അപ്പം ഇതിനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിട്ടേൺ ലഭിക്കുന്ന ഒരു ബിസിനസ്സാണ് ഈ കുട്ടികൾക്കുള്ള പ്രോഡക്റ്റുകൾ വിൽക്കുന്ന സ്റ്റോറുകൾ ആരംഭിക്കുക എന്ന് പറയുന്നത്. അത് കിഡ്സ് ഫാഷൻ സ്റ്റോറാകാം, കിഡ്സ് സ്റ്റോറാകാം. ഇതിൽ ഈ കിഡ്സ് സ്റ്റോറിൻ്റെ കൂടെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്കുള്ള സ്റ്റോറും കൂടി നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ കൊണ്ടുപോകാവുന്നതാണ്. അപ്പം സാധാരണഗതിയിൽ ഈ കുഞ്ഞു കുട്ടികൾക്കുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ പല കടകൾ കയറി ഇറങ്ങണം. ഒരിടത്ത് ചെന്ന് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവില്ല, മറ്റൊരിടത്ത് ചെന്നാൽ അവിടെ ഉണ്ടാവില്ല. നമ്മളിങ്ങനെ അതുകൊണ്ടാണ് കിഡ്സിൻ്റെ ചെരുപ്പുകൾ, അവർക്കുള്ള ഉടുപ്പുകൾ, സോപ്പുകൾ, ഡയപ്പറുകൾ, അവരുടെ ഫുഡ് മെറ്റീരിയൽസ്, ന്യൂട്രിയൻസുകൾ, അങ്ങനെ ഒരു പട്ടിക തന്നെയുണ്ട് കിഡ്സിന് വേണ്ടിയിട്ടുള്ളത്, അവരുടെ കളിപ്പാട്ടങ്ങളെല്ലാം. അപ്പോൾ അത് നമ്മൾ ഓരോ ഏജ് വൈസ് കണക്കാക്കി ആ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ അതിലുള്ള സാധനങ്ങൾ എപ്പോഴും ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ അറ്റ്മോസ്ഫിയർ എപ്പോഴും ഹെൽത്തി ആയിരിക്കണം. അതുപോലെ തന്നെ പ്രൈസിൻ്റെ കാര്യം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കണം ഉണ്ടാകേണ്ടത്.
പിന്നെ കസ്റ്റമർ സർവീസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ മേഖലയെന്നല്ല, എല്ലാ മേഖലകളിലും കസ്റ്റമർ സർവീസ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കിപ്പം ഓൺലൈൻ ഡെലിവറി അവർ ആവശ്യപ്പെടുന്ന സാധനം ഓൺലൈൻ ഡെലിവറി ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ, ഓൺലൈൻ ഡെലിവറി ഇനി ചെയ്യാൻ സാധിക്കില്ല, ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ഹോം ടു ഡെലിവറിയാണ് സാധിക്കുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ സാധിച്ചാൽ അതും വളരെയധികം ഉപകാരമാണ്. കാരണം ഡയപ്പറുകളൊക്കെ വലിയ വലിയ ബോക്സുകളായിരിക്കും. അപ്പോൾ ഈ കസ്റ്റമേഴ്സിന് വന്നു കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്കത് ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അതും നിങ്ങളുടെ ഒരു സർവീസ് ഇമ്പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സർവീസായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പം അതും നിങ്ങൾക്ക് കുറച്ചുകൂടെ കച്ചവടം ലഭിക്കും. പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട മറ്റൊന്നുമല്ല, നിങ്ങൾ ഈ കസ്റ്റമറെ എപ്പോഴും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. പക്ഷേ നിങ്ങൾ മാർക്കറ്റിൽ വരുന്ന ചേഞ്ചുകൾ അറിഞ്ഞിരിക്കണം. മാർക്കറ്റിൽ ഇപ്പം പുതിയ പുതിയ മോഡലിലുള്ള ഡ്രസ്സുകൾ ഇറങ്ങി, അല്ലെങ്കിൽ പുതിയ പുതിയ മെറ്റീരിയൽസ് ഇറങ്ങി, പ്രോഡക്ട്സുകൾ ഇറങ്ങി, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളത് ഇവിടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ഈ സ്റ്റോറിൽ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ കസ്റ്റമർക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് എന്നറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണം. മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. അത് ഈ ഒരു മേഖലയിൽ മാത്രമല്ല, നമ്മൾ ഏത് മേഖലയിൽ ബിസിനസ് ചെയ്യുന്നു ആ മേഖലയിലെല്ലാം നമ്മളൊരു കൃത്യമായൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കണം. അതാണ് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ എപ്പോഴും നമ്മുടെ ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു വാതിൽ തുറന്നിട്ടിരിക്കണം. പുറത്ത് നടക്കുന്ന മാറ്റങ്ങൾ നമുക്കറിയണമെങ്കിൽ നമ്മൾ പുറത്തേക്ക് നോക്കിയാലേ നമുക്കറിയാൻ കഴിയുള്ളൂ. നമ്മുടെ ഓഫീസിനകത്തോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിനകത്തോട്ടോ മാറ്റം വന്നൊന്നും പറഞ്ഞ് ആരും വന്ന് പറയില്ല. ആ മാർക്കറ്റിലൊരു മാറ്റം വരുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ മാറ്റം അറിയുന്നവൻ വിജയിക്കും. അറിയുന്നവൻ എല്ലാവരും വിജയിക്കണമെന്നില്ല. അറിഞ്ഞ് അതിന് അപ്ഡേഷൻ തൻ്റെ ബിസിനസ്സിൽ വരുത്തുന്ന ആളുകൾ വിജയിച്ചിരിക്കും. കാരണം നമ്മുടെ കോമ്പറ്റീറ്റർമാർ അപ്ഡേറ്റ് ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നല്ലൊരു ബിസിനസ് നമുക്ക് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് യാതൊരുവിധ സംശയവുമില്ല. ഈ പറഞ്ഞ കിഡ് സ്റ്റോറിന് വേണ്ടിയിട്ട് മിനിമം ഒരു 10 ലാഖെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും. കാരണം അതുപോലെ നമുക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്, സ്റ്റോർ ഡിസൈൻ ചെയ്യേണ്ടത് വരും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഫണ്ട് ആവശ്യമാണ്. ഇങ്ങനെ ഇത് നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് തുടങ്ങാനായിട്ട് സാധ്യത ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാൻസ് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൃത്യമായി നല്ല രീതിയിൽ ഇങ്ങനെയുള്ള സ്റ്റോറുകൾ ആരംഭിക്കുക. ഒരിക്കലും തട്ടിക്കൂട്ടി ഇങ്ങനത്തെ സ്റ്റോറുകൾ ആരംഭിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ആരംഭിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ആരംഭിക്കുക. പിന്നെ കിഡ്സിൻ്റെ മെറ്റീരിയൽസൊക്കെ നമുക്ക് ഹോം മെയ്ഡായിട്ട് നിർമ്മിച്ച് അവ നമുക്ക് ഡെലിവറി ചെയ്യാം. അത് ഓൺലൈൻ ബിസിനസ് വഴി നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ വീട്ടിൽ നിന്ന് സൈഡായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനത്തെ ബിസിനസ്സുകൾ ചൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റോറായിട്ട് തുടങ്ങുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ തന്നെ തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.